റെക്കോർഡ് പോളിംഗിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്താൻ ആത്മവിശ്വാസം നൽകുന്നതാണ് ഉയർന്ന പോളിംഗെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്നലെ അനന്ത്നാഗ് രജൌരിയിൽ കൂടി പോളിംഗ് കഴിഞ്ഞതോടെ ജമ്മു കശ്മീരിലെ 5 ലോക്സഭാ സീറ്റിലും വോട്ടെടുപ്പ് പൂർത്തിയായി. 58% ജമ്മു കശ്മീരിൽ പോളിംഗ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയ ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. മാത്രമല്ല, വളരെ സമാധാനപരമായിരുന്നു ജമ്മു കശ്മീരിൽ വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ഭീകരരുടെ ആഹ്വാനമെല്ലാം തള്ളി സ്ത്രീകൾ ഉൾപ്പെടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയതും ശ്രദ്ധേയമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേഗത്തിൽ നടത്താൻ പ്രചോദനം നൽകുന്നതാണ് ഉയർന്ന പോളിംഗ് ശതമാനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പ്രതികരിച്ചു. വരുന്ന സെപ്റ്റംബറിന് മുൻപ് ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടിരുന്നു. ജനം, ഡൽഹി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിപ്പോർട്ട് ചെയ്ത ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, ഇപ്പോൾ നമ്മൾ ഗൗതത്തിൻ്റെ വാർത്തയിൽ തന്നെ പറഞ്ഞതുപോലെ നിരവധി പേർ ധൈര്യത്തോടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തി എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, പണ്ട് കാലങ്ങളിലെല്ലാം വോട്ട് ചെയ്ത ആ വിരലടയാളമുള്ള വിരൽ മുറിച്ച് കളയുമെന്ന ഭീഷണി പോലും ഭീകരർ മുഴക്കിയിരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ആർട്ടിക്കിൾ 370 പിൻവലിച്ചതുൾപ്പെടെയുള്ള ഘടകങ്ങൾ അതിൽ ഏറെ പങ്കുവഹിക്കുന്നുമുണ്ട്. എങ്ങനെയാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്? ഗൗതം, കേൾക്കാമെങ്കിൽ നിലവിലെ സാഹചര്യമനുസരിച്ച് ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. നേരത്തെ ഭീകരരെല്ലാവരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ എല്ലാം ആക്രമിക്കും, അല്ലെങ്കിൽ അവർക്ക് ജീവഹാനി ഉണ്ടാക്കുമെന്ന ഭീഷണി ഉൾപ്പെടെ നൽകി വോട്ടിൽ നിന്നും പിന്തിരിപ്പിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് ആ സാഹചര്യമില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ കാശ്മീരിൽ വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആത്മവിശ്വാസത്തോടെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വലിയൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ ചായവുണ്ടെന്ന് പറയുക വയ്യ, സ്വാഭാവികമായും. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേട്ടം തന്നെയല്ലേ NDAയെ സംബന്ധിച്ചിടത്തോളം ഇത്? ഐസൻ, ഇത് തീർച്ചയായിട്ടും BJP സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ നേട്ടമാണ്. കാരണം ഭാരതത്തിൽ തന്നെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറച്ച് പോളിംഗ് ശതമാനം ഉണ്ടാകുന്ന ഒരു പ്രദേശമായിരുന്നു ജമ്മു കശ്മീർ എന്നുള്ളത്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളുടെയും ചരിത്രം നോക്കുമ്പോൾ വളരെ കുറച്ച് പോളിംഗ്, അതായത് പലപ്പോഴും 10% താഴെയൊക്കെയാണ് പല ലോക്സഭാ മണ്ഡലങ്ങളിലും ജമ്മു കശ്മീരിൽ 80കളിലും 90കളിലും ഒക്കെ പോളിംഗ് നടന്നത്. അത് 2000-ലും ഒക്കെ തന്നെ ഏതാണ്ട് സമാനമായ സാഹചര്യമായിരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് ജമ്മു കശ്മീരിലെ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള കനത്ത പോളിംഗ് ആണ്. എല്ലാ മണ്ഡലങ്ങളിലും, ശ്രീനഗർ ഒഴികെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും 50% മുകളിൽ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ആണ്. 58% ജമ്മു കശ്മീരിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ജമ്മു റീജിയണിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ്, ഉദ്ധംപൂർ, അതോടൊപ്പം തന്നെ ജമ്മു മണ്ഡലം. ഇതുകൂടാതെ കശ്മീർ താഴ്വരയിലാണ് പിന്നീട് 3 പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്നത്. ഒന്ന് ശ്രീനഗർ, മറ്റൊന്ന് ബാരാമുല്ല, മറ്റേത് ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന അനന്ത്നാഗ് രജൌരി. അങ്ങനെ ഈ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് നടന്നു എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷത നേരത്തെ ഐസൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്, അതായത് ആർട്ടിക്കിൾ 370 ഒഴിവാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. 2019 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് കശ്മീരിൻ്റെ പ്രത്യേക അധികാരം കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. അതിനുശേഷം ജമ്മു കശ്മീരിൽ പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആദ്യമായി കശ്മീരിൻ്റെ പ്രത്യേക അധികാരം ഒഴിവാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് 5 ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും ജനാധിപത്യത്തിൻ്റെ ആ ഒരു നല്ല നാളുകൾ കശ്മീരിനെ തേടിയെത്തുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അവിടുത്തെ സാധാരണക്കാർക്ക് വോട്ട് ചെയ്യുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. കാരണം ഭീകരശക്തികൾക്ക് ഇപ്പോൾ പഴയ സ്വാധീനമില്ല. മുൻപ് തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഭീകരവാദികൾ തോക്കുമായി റോന്ത് ചുറ്റുക, ബൂത്തുകൾ പിടിച്ചെടുക്കുക, ബൂത്തിൽ എത്തുന്ന ആളുകളെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുക, ഇത്തരം കലാപരിപാടികളാണ് ജമ്മു കശ്മീരിൽ ഒരു കാലഘട്ടത്തിൽ നടന്നിരുന്നത്. അതിനാൽ പോൾ ചെയ്യുന്ന ദിവസങ്ങൾ, അതായത് വോട്ടിംഗ് ദിനത്തിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും സ്ത്രീകളും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുമൊക്കെ ഭയന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കശ്മീരിൽ പോളിംഗ് നിരക്ക് അത് വലിയ തോതിൽ കുറഞ്ഞിരുന്നത്. എന്നാൽ കശ്മീരിൻ്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിന് ശേഷം ജമ്മു കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞു. അവിടെ ജനാധിപത്യത്തിൻ്റെ ആ ഒരു വസന്തകാലം വന്നെത്തി എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. ആ വാദം
കൃത്യമായി ശരിവെക്കുന്ന രീതിയിലുള്ള പോളിംഗ് ആണ് ഈ 5 ലോക്സഭാ മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത് എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. ഇത് തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ ആത്മവിശ്വാസമാണ്. കാരണം ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ തന്നെ വലിയ സന്തോഷവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ ആത്മവിശ്വാസത്തോടെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താമെന്നുള്ളതാണ്. കാരണം കശ്മീരിൽ സെപ്റ്റംബറിന് മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം. അടുത്ത കാലത്ത് ഈ ആർട്ടിക്കിൾ 370 ചോദ്യം ചെയ്ത് പ്രതിപക്ഷ പാർട്ടികളും മറ്റും നൽകിയ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആ ഹർജി തള്ളിയിരുന്നു. അത് തള്ളുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ആവശ്യപ്പെട്ടൊരു കാര്യം സെപ്റ്റംബർ മാസത്തിന് മുൻപ് ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ്. എന്തായാലും ഈ വലിയ പോളിംഗ് നിരക്ക് അത് കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വലിയ ആത്മവിശ്വാസമാണ്. ഈ ആത്മവിശ്വാസത്തോടു കൂടി ഇനിയും ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനാകും. ഐസർ.